ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സംഭവം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ദണ്ഡപാണി എന്ന് പറഞ്ഞൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ദേവി, ഇവർക്ക് 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുള്ളത്. ഈ ദണ്ഡപാണിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു പച്ചക്കറി കച്ചവടമാണ്. അദ്ദേഹം ഈ ഒരു കച്ചവടം 2 രീതിയിലാണ് നടത്തുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടു നടന്ന് ഓരോരോ വില്ലേജിലും കൊണ്ടു നടന്ന് വിൽക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട പോലെ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് പച്ചക്കറി വിൽക്കുകയും ചെയ്യും. ആ ഒരു പച്ചക്കറി എന്ന് പറയുന്നത് ഉന്തു വണ്ടിയിൽ കൊണ്ട് ചെയ്യുന്നത് ഈ ഒരു ദണ്ഡപാണിയും, അതുപോലെ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കടയിൽ നിൽക്കുന്നത് ദണ്ഡപാണിയുടെ വൈഫുമാണ്. രാവിലെ തന്നെ ദണ്ഡപാണി ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമങ്ങളുടെ മൊത്തം ഈ ഒരു ഉന്തുവണ്ടിയും കൊണ്ട് ചുറ്റി നടന്ന് വിൽക്കും. ഈ സമയത്തുണ്ടെങ്കിൽ വൈഫ് ദേവി ആ ഒരു കടയിൽ നിന്നാണ് വിൽക്കുന്നത്. വൈകുന്നേരമായിട്ട് ദണ്ഡപാണി അത് മൊത്തം വിറ്റിട്ട് വൈകിട്ട് ഈ കടയിൽ വരും. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും 2 സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത്. ഈ ദണ്ഡപാണിയുടെ ഗ്രാമം എന്ന് പറയുന്നത് കീരന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് ഈ ഒരു ദേവി ജനിച്ചതും വളർന്നതും. പിന്നെ കല്യാണം കഴിച്ചാണ് കീരന്നൂരിലേക്ക് വന്നത്. ദേവിക്കുണ്ടെങ്കിൽ ഒരമ്മയുള്ള, അച്ഛനൊക്കെ മരിച്ചുപോയി, അമ്മയ്ക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ അമ്മയെ പെട്ടെന്ന് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു അമ്മയുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പച്ചക്കറി കട ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയെ പോയി പെട്ടെന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ അവിടെ തന്നെയാണ്, അമ്മയുടെ വീട്ടിലാണ് ആക്കിയേക്കുന്നത്. വൈകുന്നേരം കടയിൽ നിന്ന് നേരെ അമ്മയുടെ വീട്ടിലേക്കായിരിക്കും ദേവി പോകുന്നത്. ഈ ഒരു ദണ്ഡപാണിയാണെങ്കിൽ വൈകുന്നേരം ഈ കട അടച്ചിട്ട് നേരെ സ്വന്തം വീട്ടിലേക്കും പോകും. ദേവി അമ്മയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പം അമ്മയുടെ കാര്യം നോക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട ഇട്ടേക്കുന്ന അടുത്ത് രാവിലെ തന്നെ എണീറ്റ് കടയിൽ പോകണമെങ്കിൽ അമ്മയുടെ അവരെ വീട്ടിൽ നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദണ്ഡപാണി ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോകും, അവിടെ ചെന്ന് കാര്യങ്ങളും വൃത്തിയൊക്കെ ആക്കി എല്ലാം ചെയ്ത് കിടന്നുറങ്ങും. രാവിലെ എണീറ്റിട്ട് കുറച്ച് ലേറ്റായിട്ട് ആ ഒരു ഉന്തുവണ്ടി എടുത്തുകൊണ്ടിരുന്ന ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് വിറ്റതിന് ശേഷം ഒരു വൈകുന്നേരം അടുപ്പിച്ചായിരിക്കും ഈ ഒരു കടയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു റൂട്ടീൻ എങ്ങനെയാണ്, വൈഫ് രാവിലെ എണീക്കുക, നേരെ കടയിലേക്ക് വരിക. ഇവരുടെ ജീവിതം നല്ല സന്തോഷത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദേവി എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റിട്ട് അവിടുന്ന് നേരെ ഈ ഒരു കടയിലേക്ക് വരുമ്പം ചില ദിവസങ്ങളിൽ ഓട്ടോയിൽ വരും, ചില ദിവസങ്ങളിൽ അടുത്തുള്ള ആരെങ്കിലും അറിയാവുന്നവർ കൊണ്ടുവിടും. ഇങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ഈ ഒരു കടയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് 19 വയസ്സുള്ള അഭിഷേക് എന്ന് പറഞ്ഞൊരു പയ്യനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ഒരു ദേവിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നേരത്തെ കണ്ടിട്ടുണ്ട്. ബൈക്കിൽ വന്ന സമയത്ത് ദേവി കൈ കാണിച്ചു അങ്ങോട്ട് നാക്കുമോ, അവർ കടയുടെ അങ്ങോട്ട് ആക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അഭിഷേക് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ബൈക്കിൽ കയറ്റിക്കൊണ്ട് കടയിൽ കൊണ്ട് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് പിറ്റേ ദിവസം ഇതാണ് അഭിഷേക് വരും, കൈ കാണിക്കും, ഇങ്ങനെ കൊണ്ടാക്കും. ഇങ്ങനെ റിപ്പീറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന അവർ നല്ലൊരു ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു അഭിഷേകിന് ഈ ഒരു ദേവിയോട് സാധാരണ ഒരു ഇഷ്ടം മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഉപരി ഒരു ഒരു ശാരീരികമായിട്ടുള്ള ഇഷ്ടവും ഈ ഒരു ദേവിയോട് ഈ ഒരു അഭിഷേകിനുണ്ടായിരുന്നു. അത് ഈ ബൈക്കിൽ പോകുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് പതിയെ ഈ അഭിഷേക് ഇത് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആദ്യമേയൊക്കെ ഉണ്ടെങ്കിൽ ദേവി ഭയങ്കരമായിട്ട് വിട്ടൊഴിഞ്ഞ് നിന്നെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ദേവി ഇതിന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അഭിഷേകിൻ്റെ ആഗ്രഹങ്ങൾക്ക് ദേവിയും തനിക്കും ആഗ്രഹം ഉണ്ടെന്ന് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ നല്ലൊരു റിലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവായിട്ടുള്ള ദണ്ഡപാണി ഉണ്ടെങ്കിൽ ഈ ഒരു ദേവി അഭിഷേകിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ദണ്ഡപാണി വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു മോൻ്റെ പ്രായമൊക്കെ ഉള്ളത്, അപ്പം നോർമൽ ഒരു ബന്ധം ഒരു മോനെ പോലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഇതേ രീതിയിലാവുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു ദേവിയെ കടയിൽ കൊണ്ടുവിടുന്ന ആൾ മാത്രമാണ് ഈ ഒരു അഭിഷേക് എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് തന്നെ വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഈ ഒരു ദേവിയുടെ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകുന്നതിനും ഈ ഒരു അഭിഷേക് ബൈക്കിൽ വരാൻ തുടങ്ങി. ഇത് വലിയതായിട്ട് ദണ്ഡപാണി എടുത്തതൊന്നുമില്ല. കാരണം നേരത്തെ പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അമ്മയ്ക്ക് തീരെ വയ്യ, അവിടെ സഹായിക്കണം, കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദണ്ഡപാണി അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല.
ഈ ഒരു സമയത്ത് ഇവർ തമ്മിലുള്ള ഈ ഒരു അഭിഷേക് എന്ന് പറഞ്ഞ പയ്യനും ഈ ഒരു ദേവിയും തമ്മിലുള്ള റിലേഷൻ ശാരീരികമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആവണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ വീടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ സ്വന്തം വീട്ടിൽ, ഈ ഒരു ദേവിയുടെ സ്വന്തം വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അമ്മയുണ്ട്, മക്കളുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ പ്ലാനിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അഭിഷേകിൻ്റെ വീട്ടിൽ ഇത് ചെയ്യാം. കാരണം അഭിഷേകിൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയ ഒരു രാത്രിയൊക്കെ ആവും വരാൻ. ആ സമയം കൊണ്ട് ഇവർക്ക് വരെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് കൊണ്ട് വൈകുന്നേരം കടയിൽ നിന്ന് അഭിഷേകിൻ്റെ കൂടെ തിരിച്ചു പോകുന്ന ദേവി നേരെ പോകുന്നത് അഭിഷേകിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അഭിഷേകിൻ്റെ അമ്മ നേരത്തെ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ദേവി നേരത്തെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകും. അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ഇരുട്ടിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ദണ്ഡപാണിക്കുണ്ടെങ്കിൽ കുറച്ച് ഒരു വർഷത്തോളം അടുപ്പിച്ചായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദണ്ഡപാണി ഈ ഒരു വൈഫ് ദേവിയെടുത്ത് പറയുന്നത്, നീ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലോട്ട് തന്നെ വാ, ഇപ്പം കുട്ടികൾ കുറച്ച് വളർന്നല്ലോ, അമ്മയ്ക്കിപ്പം വലിയ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ദേവി ഇത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. തൻ്റെ കൂടെ വരാനൊന്നും താല്പര്യം കാണിക്കുന്നതായിട്ട് തോന്നുന്നേ ഇല്ല. ഇത് ഭയങ്കരമായിട്ട് ദണ്ഡപാണിക്ക് ഒരു ഡൗട്ട്, എന്താണ് തൻ്റെ കൂടെ വരാത്തതെന്നൊരു കാര്യം ദണ്ഡപാണിക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറഞ്ഞാൽ അവിടെ നാട്ടിലൊക്കെ ഇവർ തമ്മിലൊക്കെ എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നൊരു കാര്യം ഭയങ്കരമായിട്ട് പരക്കാൻ തുടങ്ങുന്നത്. ഇത് പയ്യെ ദണ്ഡപാണിയുടെ ചെവിയിലും എത്തി. ആദ്യമേ ഈ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും പയ്യെ വിശ്വാസം വന്നു തുടങ്ങിയ സമയത്താണ് ഈ ദണ്ഡപാണി ഫോൺ എടുത്ത് തൻ്റെ ഭാര്യയുടെ അമ്മയെ വിളിക്കുന്നത്, അതായത് ദേവിയുടെ അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നു, സുഖമാണോ എന്നുള്ളൊരു കാര്യങ്ങൾ. അങ്ങനെ തിരക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ദണ്ഡപാണി ആ അമ്മയെടുത്ത് ചോദിക്കുകയാണ് എപ്പോഴാണ് ദേവി വരുന്നതെന്നുള്ളൊരു കാര്യം. ആ സമയത്ത് അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ചില ദിവസങ്ങളിൽ നേരത്തെ വരും, ചില സമയങ്ങളിൽ ലേറ്റായിട്ട് വരും. ലേറ്റായിട്ട് വരുന്ന അവിടെ കടയിൽ തിരക്ക് കാണുമല്ലോ മോനെ എന്നും ആ ഒരു അമ്മ മോനെടുത്ത് ചോദിക്കുന്നത്. നിനക്കറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് ഈ ഒരു അമ്മ ചോദിക്കുന്നു. ആ സമയത്ത് ദണ്ഡപാണി പറഞ്ഞൊരു കാര്യം, ഞാൻ ചുമ്മാ തിരക്കാൻ വേണ്ടി ചോദിച്ചതാണ്, അമ്മയെ നല്ലോണം നോക്കുന്നുണ്ടോ, സഹായിക്കുന്നോ സമയത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ ഈ ദണ്ഡപാണിയും കട്ട് ചെയ്ത്. ഇതോടെ ദണ്ഡപാണിക്ക് മനസ്സിലായി ഈ ഒരു ദേവിയും ആ ഒരു പയ്യനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നൊരു കാര്യം. അടുത്ത ദിവസം കടയിൽ വന്ന ഈ ഒരു ദേവിയെടുത്ത് ഈ ഒരു ദണ്ഡപാണി സംസാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നീയും അവനും തമ്മിൽ, ആ ഒരു പയ്യനും തമ്മിൽ എന്താണ് ബന്ധം, എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഇതോടെ തന്നെ നിർത്തിക്കോളാൻ പറയുന്നു. ഇത് കേട്ട് ദേവി ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതിന് ശേഷം ദണ്ഡപാണി പറഞ്ഞൊരു കാര്യം, നീ ഇനി അമ്മയുടെ കൂടെ നിൽക്കണ്ട, എൻ്റെ കൂടെ നാട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് വൈകുന്നേരം പോകാൻ, തിരിച്ച് വരികയും ചെയ്യാം, കുട്ടികളൊക്കെ വളർന്നല്ലോ, അവരെ കാര്യം നോക്കാൻ അവർക്കറിയാമെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് പിന്നെ നേരെ ഈ ഒരു ദേവി ദണ്ഡപാണിയുടെ കൂടെ നാട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും, ഈ ഒരു അഭിഷേകിനും അതുപോലെ തന്നെ ദേവിക്ക് ഒട്ടും പിരിയാത്ത രീതിയിൽ അടുത്തിരുന്നു. അവർക്ക് ഒട്ടും തന്നെ പിരിയാനും താല്പര്യമില്ല. പക്ഷേ ഭർത്താവിൻ്റെ കൂടെ പോകേണ്ട സാഹചര്യവും വന്നു. ഈ സമയങ്ങളിലായതുകൊണ്ട് തന്നെ അഭിഷേകിനെ കാണാനോ ഒന്നും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഇഷ്യൂസ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഈ ഒരു ദണ്ഡപാണി വൈഫിനോട് പറയുന്നത്, എനിക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോകണം, ഞാൻ വരുമ്പോഴത്തേനും നാളെയാവും, ഇന്ന് രാത്രി ഞാൻ കാണത്തില്ല, നീ സൂക്ഷിച്ച് കടന്നൊക്കെ സേഫായിട്ട് ഇരുന്നോണേന്ന് പറഞ്ഞിട്ട് ദണ്ഡപാണി വീട്ടിൽ നിന്ന് ആ ഒരു ചന്തയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് തനിക്ക് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദണ്ഡപാണി ഇല്ലാത്ത സമയം നോക്കി അഭിഷേകിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, എൻ്റെ ഭർത്താവ് വിടില്ല, നമുക്ക് ഒരുമിച്ച് സമയം ചിലവഴിക്കാനുള്ള സമയം ഇതാണ്, നീ പെട്ടെന്ന് വരാൻ പറയുന്നു. ഇത് കേട്ട് അഭിഷേക് ഭയങ്കരമായിട്ട് സന്തോഷവാനാവുന്നു. അമ്മയും അച്ഛൻ്റെ അടുത്തും പറയുന്നു സ്റ്റഡി ക്ലാസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ദേവിയെ കാണാൻ വീട്ടിലേക്ക് വരുവാണ്. വന്നതിന് ശേഷം അവർ തമ്മിൽ ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ദണ്ഡപാണി അടുത്ത ദിവസമേ വരുത്തോളെന്ന് പറഞ്ഞ ദണ്ഡപാണി അന്ന് നേരത്തെ തന്നെ വീട്ടിലേക്ക് രാത്രി വരുന്നത്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വെളിയിലായിട്ട് ഒരു ബൈക്ക് ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം കണ്ടതും ഒരു ഷോക്കാവുന്നുണ്ട്. ഇതാരാ വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആ പയ്യനായിരിക്കും എന്നുള്ളൊരു ഡൗട്ടിന് പറഞ്ഞു കഴിഞ്ഞാൽ, പിറകിൽ ആ ഒരു ജനലിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ ഇവർക്ക്
ഈ ഒരു ദണ്ഡപാണിക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ദണ്ഡപാണി തകർന്നു പോകുന്നു. അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം വരുന്നു. കാരണം ഇവനും തമ്മിൽ ഒരു ബന്ധവും വെക്കരുതെന്ന് താൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്നിട്ടും ഈ ഒരു തൻ്റെ വൈഫ് ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, മുമ്പിൽ വന്ന് കതകു തട്ടുകയാണ് ചെയ്തത്. തട്ടിയ സമയത്ത് വൈഫിനും അതുപോലെ തന്നെ അഭിഷേകും ഭയങ്കരമായിട്ട് പേടിക്കുന്നു. പിന്നെയും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ദണ്ഡപാണി. ഈ സമയത്ത് ദേവി വിചാരിക്കുന്നു ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അയൽവക്കത്തുള്ളവരൊക്കെ എണീക്കും, അത് എനിക്ക് ഈ പയ്യനെയും ഭയങ്കര നാണക്കേടായിരിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, പോയി കതവ് തുറക്കുന്നു. തുറന്ന ഉടനെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദണ്ഡപാണി അകത്ത് കയറിയതിന് ശേഷം നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണാം അവിടെ അഭിഷേക് നിൽപ്പുണ്ട്. ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട ഈ ഒരു ദണ്ഡപാണി തൻ്റെ വൈഫായിട്ടുള്ള ദേവി അടിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ അഭിഷേക് അവിടെ കിടന്ന ഒരു ഇരുമ്പ് റോഡ് പോലത്തെ എന്ത് ചെയ്തു, ഇരുമ്പ് വടിയെടുത്ത് ദണ്ഡപാണി അടിക്കുകയും ചെയ്തു. അടിച്ച വഴിക്ക് സമനില തെറ്റി എന്ത് ചെയ്തു, താഴെ വീഴുകയും ചെയ്തു. ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു, ദണ്ഡപാണിയുടെ വൈഫായിട്ടുള്ള ദേവിയും ഈ ഒരു അഭിഷേകും കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ദണ്ഡപാണിയെ അവിടെ ഇട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഉണ്ടെങ്കിൽ വിളിച്ചെന്ന് എല്ലായിടത്തും പറയും, അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയ വടിയൊക്കെ എടുത്ത് ഇദ്ദേഹത്തിനെ അടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, അഭിഷേകിൻ്റെ ഒരു പ്ലാൻ ഇടുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരം എന്ത് ചെയ്തു, ഒരു ചാക്കിലാക്കി ഇവിടെ ഒരു ആരും ഉപയോഗിക്കാത്തൊരു കിണറുണ്ട് ഇതിൻ്റെ അടുത്തായിട്ട്, അവിടെ കൊണ്ടുപോയി കളയാന്നുള്ളൊരു പ്ലാൻ ഇടുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ചാക്കി കെട്ടുന്നു, ഇവൻ്റെ ബൈക്കിൽ എടുത്ത് വെക്കുന്നു. എടുത്തു വെച്ചതിന് ശേഷം ആ കിണറ്റിൻ്റെ അവിടെ പോകുന്നു, അവിടെ എന്ത് ചെയ്തു കൊണ്ട് കളയുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ അഭിഷേകിൻ്റെ കൂടെ തന്നെ ഈ ഒരു ദേവി എന്ത് ചെയ്തു, നേരെ ദേവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ 2-3 ദിവസം കടയൊന്നും തുറന്നില്ല, നേരെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഈ സമയത്ത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തിയെ ദണ്ഡപാണി എന്നുള്ളൊരു കാര്യം. ഈ സമയങ്ങളിൽ അവരോടെല്ലാം ദേവി പറഞ്ഞൊരു കാര്യം, ദണ്ഡപാണി ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയേക്കുവാണ്, സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി 2-3 ദിവസം കഴിഞ്ഞേ വരത്തോളൂ എന്ന് പറയുന്നു. ഈ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവിക്കൊരു ടെൻഷൻ വരുന്നുണ്ട്, ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് എന്ത് പറയും ഇവരോടൊക്കെയെന്ന്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു പ്ലാൻ ഇടുന്നു. ഈ ദേവി എന്ത് ചെയ്യുന്നു, എല്ലാവരോടും പറയുന്നു, ഞാൻ 2-3 ദിവസമായിട്ടിപ്പം വിളിച്ച് നോക്കുകയാണ്, അദ്ദേഹത്തിനെ കിട്ടുന്നില്ല, അദ്ദേഹത്തിനെ കാണാതായെന്നാണ് തോന്നുന്നത്, വിളിച്ച് നോക്കിയിട്ട് സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നതെന്നൊക്കെ നാട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാം പറയുന്നു. ഈ സമയത്ത് ദേവി വിചാരിച്ച് അവരെല്ലാം പറയും ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട വരും എന്നാണ്. പക്ഷേ ഇവരെല്ലാം വിചാരിച്ചത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡപാണിക്ക് എന്തെങ്കിലും പറ്റിക്കാണും, അതുകൊണ്ട് പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് ഈ നാട്ടുകാർ ദേവിയെടുത്ത് പറയുകയാണ്. അങ്ങനെ ദേവി ഇവരുടെ പ്രഷർ കാരണം എന്ത് ചെയ്യേണ്ടി വരുന്നു, നേരെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു, അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരുന്നു. ഈ കംപ്ലയിൻറ്റ് കൊടുത്തെന്ന് പോലീസുകാർ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ദേവി ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതാണ് ചന്തയിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഇപ്പം വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത്. പോലീസ് അന്വേഷിച്ചിട്ടാണെങ്കിൽ ഒരു തെളിവും കിട്ടുന്നില്ല, മാർക്കറ്റിലൊക്കെ പോയി അന്വേഷിച്ചു, എവിടെ പോയെന്ന് അറിയാനും വയ്യ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കോൾ ട്രേസ് ചെയ്യാം, കാരണം അദ്ദേഹത്തിൻ്റെ അവസാനം എവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായ കാര്യം ചെക്ക് ചെയ്യാമെന്ന് വെച്ച് നോക്കുന്നു. പോലീസ് നോക്കിയ സമയത്ത് കാണുന്നത് ഈ ഫോൺ അവസാനമായിട്ട് സ്വിച്ച് ഓഫ് ആക്കിയേക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദേവിയുടെ ഈ ഒരു ദണ്ഡപാണിയുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയാണ്. ഇതറിഞ്ഞത് പോലീസുകാർക്ക് ഡൗട്ട് തോന്നുന്നു, ഈ ഒരു ദേവിയോടാണ് ഡൗട്ട് തോന്നുന്നത്. ഈ സമയത്ത് നാട്ടുകാരോടൊക്കെ ദേവിയെ പറ്റി അന്വേഷിക്കുന്നു. ആ സമയത്ത് നാട്ടുകാരൊക്കെ ഈ ഒരു പയ്യനുമായിട്ടുള്ള ദേവിയുടെ റിലേഷനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പോലീസുകാർക്ക് അതിലൊരു ഡൗട്ട് തോന്നുന്നുണ്ട്, ദേവിയുടെ ഫോൺ കോൾ ചെക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസത്തെ. സോ ആ ഒരു ഫോൺ കോളിലേക്ക് വിളിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അഭിഷേകിനെയാണ്. പോലീസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ദേവിയെ അഭിഷേകിനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു ഈ 2 പേര്. ആദ്യമേ ഒന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നെ എന്ത് ചെയ്യുന്നു, 2 പേരും സമ്മതിക്കാൻ തുടങ്ങി, ഞങ്ങളാണ് ചെയ്തതെന്ന കാര്യം. ഇത് കേട്ടതും പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കായി, നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഷോക്കായി. ഇദ്ദേഹത്തിൻ്റെ ശരീരം പിന്നെ വീണ്ടെടുത്തു, പിന്നെ ചെയ്യേണ്ട കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു. അതിനുശേഷം എന്തെന്ന് പറഞ്ഞാൽ ഇവരെ 2 പേരെയും തെളിവുകളോടെ എന്ത് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഹാജരാക്കിയതിന് ശേഷം കോടതിക്ക് ഇവർ ചെയ്ത കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടു. അതിനുശേഷം ഇവർക്ക് വേണ്ട ശിക്ഷ തന്നെ കോടതി കൊടുക്കുകയും ചെയ്തു. ഈ ഒരു ക്രൈം സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. കാരണം പ്രത്യേകിച്ച് ആ ഒരു ഭർത്താവായിട്ടുള്ള ദണ്ഡപാണിയെക്കുറിച്ച് ഓർത്താണ്. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടില്ല, തൻ്റെ ഭാര്യ, മക്കൾ, കച്ചവടം ഇവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പക്ഷേ ഈ ഒരു ദേവി അവളുടെ ആഗ്രഹത്തിന് വേണ്ടി,
ആ ഒരു 19 വയസ്സുള്ള പയ്യനും കുറ്റം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പയ്യനെക്കാട്ടി അനുഭവം കൂടുതലുള്ളത് ഇവക്കാണ്. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് അതിനെ എതിർക്കാനുള്ളതിന് അവളുടെ കൂടെ തന്നെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി നിന്ന് സ്വന്തം ഭർത്താവിനെ തന്നെ കൊല്ലാൻ ഇടയായ അവസ്ഥ. ആ ഒരു തീരുമാനം കൊണ്ട് തന്നെ ദേവിയുടെ അതുപോലെ തന്നെ ആ പയ്യൻ്റെയും ജീവിതം തന്നെ മാറി മറിഞ്ഞ് ഇപ്പം ജയിലിലാണുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലെ തന്നെ ഒരു വീഡിയോസുമായിട്ട് അടുത്തത് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.